നമ്മൾ ഇത്രയൊക്കെ പാടുപെട്ടിട്ടും പാർവതി ഡോക്ടർ ആ എസ് ഐ അറസ്റ്റ് ചെയ്തില്ല. അയാൾ കൈക്കൂലി വാങ്ങിച്ചാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഗോത്രസഭയും പരാതി കൊടുത്താ. അതൊക്കെ കാറ്റി പറത്തിയിട്ട് ആ എസ് ഐ ചുമ്മാ വന്നെങ്കിൽ അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ വാടാ കരുമ, ഇപ്പൊ തന്നെ നമുക്ക് ചെന്ന് ആ എസ് ഐയെ കാണാം. എത്ര കാശ് അയാൾ വാങ്ങിയെന്ന് എനിക്ക് മുഖത്ത് നോക്കി ചോദിക്കണം. എന്റെ മുത്തിയമ്മേ, പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് വേണ്ടാതീനം പറഞ്ഞ ആരായാലും അവന്മാര് പിടിച്ച് അകത്തിടും. എന്റെ ബലമായ സംശയം വേറൊന്ന, നിങ്ങൾ പോയ ശേഷം ഞാൻ ആ എസ് ഐയോട് വളരെ രഹസ്യമായി കാര്യങ്ങൾ സംസാരിച്ചതാ. അയാൾ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതാ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കൂന്ന്. കാശ് കണ്ടപ്പ അതൊക്കെ അങ്ങ് വെള്ളത്തിലായി പോയി. ഞാൻ പറയട്ടെന്ന്, എന്റെ ഒരു സംശയം ഇല്ലയോ ഞാൻ പറഞ്ഞു വരുന്നേ. മുത്തിയമ്മ ഇതൊന്ന് പിടിച്ചേ. എസ് ഐ അവിടെ ചെന്നപ്പോ ചിന്നുവിന്റെ മൊഴി എടുക്കണമെന്ന് തോന്നി കാണും. ചെന്ന് മൊഴിയെടുത്തപ്പം കരുമനും ഗോത്രസഭയും ഒക്കെ പറഞ്ഞതിന് നേരെ എതിരായിട്ടായിരിക്കും ചിന്നു മൊഴി കൊടുത്തത്. പാർവതി ഡോക്ടർ ഒരു തരത്തിലും കുറ്റക്കാരി അല്ലെന്ന്. പിന്നെ എങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യുന്നേ? അതിന് ചിന്നു സംസാരിക്കാൻ വയ്യല്ലോ. ആര് പറഞ്ഞു? ചിന്നു കുറേശ്ശെ സംസാരിച്ചു തുടങ്ങി. ആണോ? അച്ഛനിതെങ്ങനെ അറിഞ്ഞു? നീരേറ്റിലൊരു ഇല അനങ്ങിയാലും ഈ മാത്യൂസ് അതറിയും. അങ്ങനെ എൻ്റെ ഒരു രീതി. ചിന്നുവിൻ്റെ കൈയും കാലും ഒക്കെ കുറേശ്ശെ അനങ്ങുന്നുണ്ട്, കുറേശ്ശെ വർത്തമാനവും പറയുന്നുണ്ട്. എന്റെ മലക്കാളി, നീ കാത്തു. ആരെ കാത്ത്? നീരേറ്റുകാരെ കാത്ത്. സംസാരിക്കാനുള്ള കഴിവ് തിരിച്ചു കിട്ടിയപ്പോ ചിന്നു ആ കഴിവ് ആദ്യം പ്രയോഗിച്ചത് തന്നെ കരുമനെതിരായിട്ടാ. അച്ഛാ, ചിന്നു അങ്ങനെയൊന്നും പറയത്തില്ല. എന്റെ കരുമ, നീ ആളൊരു ശുദ്ധനാ. പാർവതിയുടെ ക്ലിനിക്ക് പൂട്ടിച്ചു, പ്രാക്ടീസ് നിർത്തിച്ചു. അതിന്റെ പക നീരേറ്റുകാര് വീട്ടിയത് ഇങ്ങനാ. ചിന്നുവിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അവളെ നിനക്കെതിരാക്കി മാറ്റി അവരെ. അല്ലെങ്കിൽ കൊമ്പും കുലുക്കി പോയ ആ എസ് ഐ വാലും മടക്കി തിരിച്ചു വരുവോ? നേരായിരിക്കും കരുമ. ചിന്നുവിന്റെ മനസ്സ് അവര് മാറ്റി, അതുറപ്പാ. അല്ലെങ്കിൽ നാക്ക് തിരിഞ്ഞു തുടങ്ങിയ അവൾ ആദ്യം പറയേണ്ടത് എനിക്കെന്റെ കരുമനെ കാണണോന്നല്ലേ, കൊച്ചിനെ കാണണോന്നല്ലേ. അതെന്താ അവള് പറയാഞ്ഞേ? കൊച്ചിനെ ഒന്നും ഇനി അവൾക്ക് വേണ്ട. ചിന്നു ഇന്നു മുതല് നീരേറ്റിലെ സ്വന്തം സന്തതിയായി. അവൾ ഇന്നു മുതൽ ആദിവാസി പെണ്ണല്ലാതായി മാറി. കരുമനും ഗോത്രസഭയ്ക്കുമെതിരായി ചിന്നു മൊഴി കൊടുത്തതിന്റെ കാരണം അതുമാത്രമാ. നേരത്തെ ഞാൻ പറഞ്ഞതല്ലയോ, വിവാഹം വേർപെടുത്താനുള്ള കടലാസിൽ അവളുടെ വിരലടയാളം മേടിച്ചെന്ന്. ഇനി ആയിരിക്കും അത് കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നേ. പിന്നെ നിനക്ക് ചിഹ്നവുമില്ല, നീരേറ്റിലെ സ്വത്തുക്കളുമില്ല. നിന്നെ പോലെ നിന്റെ കൊച്ചും അനാഥനായി കഴിയും. മുത്തിയമ്മ ഇട്ട പേര് തന്നെ ഇനി അവന് നല്ലത്, ചാപ്പാടി. ഒന്ന് നിർത്തുന്നുണ്ടോ? എടാ കരുമ, കരുമ, എന്നോട് കാട്ടണ ഈ ദേഷ്യമൊക്കെ നീ ആ നീരേറ്റുകാരോട് കാട്ടിയിരുന്നെങ്കിൽ ഈ അപകടം ഒന്നും വരത്തില്ലായിരുന്നു. അതെങ്ങനാ? ചിന്നൂനെ പോലെ നിനക്കും നീരേറ്റുകാര് ദൈവങ്ങളില്ലയോ? പക്ഷേ നീ ആ വിഷജന്തുക്കളുടെ വിഷം ശരിക്കും അറിയാൻ പോണതേ ഉള്ളൂ. കരുമാ, ഒന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ. നീരേറ്റുകാര് കുടുംബത്തോടെ ചതിയന്മാരാ. ആ രക്തം തന്നെ ചിന്നൂന്റെ ഞരമ്പിൽ ഓടുന്നേ. അപ്പൊ പിന്നെ നിന്നെ അവള് ചതിച്ചെങ്കിൽ എന്നതാ ഒരു അത്ഭുതം. ഇതെന്നെ ഇരിപ്പാ കുഞ്ഞെ, അതൊക്കെ കഴിഞ്ഞില്ലയോ? അങ്ങനെ അങ്ങ് പിടിച്ചോണ്ടു പോകാൻ ഇതെന്നാ വെള്ളരിക്കപ്പെട്ടനാന്നോ? എന്താ ത്രേസ്യാമ്മച്ചി? എന്റെ കുഞ്ഞെ, നിന്റെ കെട്ടിയവനെ കൊണ്ട് ഇവിടെ ആർക്കും ഇരിക്കപ്പുറത്ത് ഇല്ലാതായി.
നിന്നെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് പാർവതി കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകാൻ വന്നതാ പോലീസുകാര്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഒക്കുവോ? ജില്ല ഭരിക്കുന്ന പോലീസ് സൂപ്രണ്ടിന്റെ മൂത്തമ്മയല്ലയോ പാറക്കുഞ്ഞ്? അതുപോലും അറിയാൻ മേലാത്ത ഓരോത്തന്മാര് വന്നോളും, തൊപ്പി വെച്ച് മീശ വിറപ്പിച്ചോണ്ട്. എന്താ കരുമൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇനി കാണുമ്പോ കുഞ്ഞു തന്നെ നേരിട്ട് ചോദ്യര് ഇതെന്നാ കോപ്രായോന്ന്. മുലകുടി മാറാത്ത കൊച്ചിനെടുത്തോണ്ട് പോയില്ലയോ മഹാഭാവി? ഈ പ്രായത്തിൽ 4-5 തവണ മുലപ്പാല് കുടിച്ചില്ലേല് കുഞ്ഞിന്റെ ശരീരം ബലക്കുകയില്ല, സൂക്കേടും വിട്ടു മാറത്തില്ല. ചേട്ടത്തി എന്തൊക്കെയായി പറയുന്നേ? അല്ലെങ്കിൽ തന്നെ മനസ്സ് വെന്ത് നിൽക്കാവള്. അതിന്റെ കൂട്ടത്തില് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിന്നു. നിങ്ങളുടെ പച്ചില മരുന്നുകളും മറ്റും കൊടുക്കുന്നുണ്ടാവില്ലേ കുഞ്ഞിന്? അതൊക്കെ വളരെ നല്ലതാ. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. പെറ്റമ്മയുടെ നെഞ്ചിന് കുഞ്ഞിനെ പറിച്ചെടുത്തോണ്ട് പോകാൻ അപ്പനായാലും അവകാശമില്ല. നിന്നെ ഞാൻ കൊണ്ടുപോയി കാണിക്കാം കൊച്ചിനെ. കൃഷ്ണൻ ചേട്ടൻ അറിഞ്ഞ സമ്മതിക്കത്തില്ല. ഈ കാര്യത്തിൽ കൃഷ്ണൻ ചേട്ടനെ ധിക്കരിച്ചായാലും വേണ്ടില്ല. അവളുടെ നെഞ്ചൊന്ന് തണുത്ത് കണ്ടാ മതി എനിക്ക്. വേണ്ട, അപ്പാപ്പനെ ധിക്കരിച്ച് ഒന്നും ചെയ്യണ്ട. എനിക്ക് കതിരിനെ മുത്തയമ്മ തന്നെ നോക്കട്ടെ. അതെ ചിന്നു, തൽക്കാല കുഞ്ഞിന്റെ പേരും പറഞ്ഞ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. സ്വത്തിന്റെ പേരിലാ കരുമൻ ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യിക്കാനൊക്കെ ശ്രമിച്ചേ. പക്ഷേ നിനക്ക് അവകാശപ്പെട്ടതൊക്കെ അച്ഛൻ നിനക്ക് തരും. നിന്റെ സ്വത്തുക്കൾ സോനയുടെ മോക്ക് കൊടുത്തു പോയെങ്കിൽ അത്രയും വിലയുള്ള സ്വത്തുക്കൾ സോനയുടെ സ്വത്തുക്കൾ നിനക്ക് തരും. അതെന്നോട് പറഞ്ഞു കഴിഞ്ഞു അച്ഛൻ. എനിക്ക് വേണ്ട സ്വത്ത്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാ പ്രശ്നങ്ങൾ ഇത്രയും വഷളായത്? ഇവിടെ ആരും നിനക്ക് സൗജന്യം തരുന്നൊന്നല്ല. നീരിയിട്ടിലെ കുട്ടിയാ നീ. നിനക്ക് അവകാശമുണ്ട് ഇവിടുത്തെ സ്വത്തുക്കളിൽ. എന്നാലും കരുമൻ കൊച്ചമ്മയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി നോക്കിയില്ലേ? എങ്ങനെ അവന് മനസ്സ് വന്ന് അതിന്? ചുറ്റും നിന്ന് എരികേറ്റാൻ 100 പേര് കാണും. നിന്റെ ആ മുത്തിയമ്മയും ആള് മോശമൊന്നുമല്ല വിഷം കുത്തിവെക്കുന്ന കാര്യത്തില്. എന്താടി ഇത് കുടിക്കാത്തെ? എടുത്തു വെച്ചിട്ട് 1/2 മണിക്കൂർ ആയല്ലോ. ഇത് നാറുന്നു മമ്മി, എനിക്ക് വേണ്ട. ആരാടി നിന്റെ മമ്മി? ഏതോ തമിഴിന് പറഞ്ഞ അനാഥ പെണ്ണ് എന്നെ മമ്മീന്ന് വിളിക്കണ്ട. ഇതില് നാറിയതൊക്കെ അനാഥാലയത്തിൽ നിന്ന് കുടിച്ചു കാണുമല്ലോ നീ. പിന്നെ ഇപ്പോഴെന്താ ഒരു വേണ്ടായിക? കുടിക്കടി അത് മാസത്തെ. കുടിക്കടി, വേഗം കുടിക്കടി. എന്താ നീ കാണിച്ചത്? കണ്ടില്ലേ ധിക്കാരം? നല്ലൊരു പഴങ്കഞ്ഞിയോ അവള് തുപ്പിക്കളഞ്ഞത്. മസാല ദോശ വേണം പോലോ. ഇഡ്ഡലി എണ്ണി ചുട്ടതാ. എനിക്കും എന്റെ ഭർത്താവിനും എന്റെ മോനും വേണ്ടി ഉണ്ടാക്കി. അത് തീരുകയും ചെയ്തു. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ബാക്കി വന്ന് ചോറാ. അത് വേണ്ടെങ്കിൽ എണീറ്റ് പൊക്കോട്ടെ. അല്ലാതെ ഇവൾക്ക് വേണ്ടി 1 മണി അരി പോലും അടുപ്പത്ത് കയറ്റില്ല. ഞാൻ പ്രതിഭേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, തെണ്ടി തിരിഞ്ഞു വന്ന ഇവള് എന്നിട്ട് കുറെ കുരങ്ങ് കളിപ്പിച്ചു. അതിന്റെ ചമ്മല് മാറാൻ എന്നാൽ ആവുന്ന വിധത്തിലൊക്കെ ഇവളെ ഞാൻ വേദനിപ്പിക്കും. കുറെ കൂടുന്നുണ്ടോ നിനക്ക്? ഇവൾ ആരായാലും ശരി, ഒരു കുഞ്ഞിനെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ. സമ്മതിക്കില്ല ഞാൻ. ഇക്കാര്യത്തിൽ പ്രതിഭേട്ടന്റെ സമ്മതമൊന്നും വേണ്ട എനിക്ക്. ജന്തു, ഇറങ്ങി പോടി ഇവിടുന്ന്, ഇറങ്ങി പോ. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഈ തെണ്ടി പെണ്ണിന് വേണ്ടി എന്നെ തല്ലി. മിണ്ടരുത് എന്നോട്. നിങ്ങൾ ഈ തെണ്ടി പെണ്ണും ഇവിടെ പുറത്തോ? എനിക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട്. എന്നെ നോക്കാൻ വേറെ ആളുണ്ട്. അഞ്ജു, അഞ്ജു പ്ലീസ്. പെട്ടെന്നുള്ള ദേഷ്യത്തില് ഓർക്കാതെ അടിച്ചു പോയതാ. ഇനിയൊരു ദേഷ്യം വന്ന ഓർക്കാതെ നിങ്ങൾ എന്നെ കൊല്ലുമല്ലോ. ദേ മനുഷ്യ, ഒരു കാര്യം ഓർത്തോ,
ഈ വീടൊഴിച്ച് സകല സ്വത്തുക്കളും എന്റെയാ. എന്റെ മേൽ അധികാരം കാട്ടാൻ വന്ന നോക്കി നിൽക്കില്ല ഞാൻ. ഡാഡി പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പണ്ട് ആരാ പറഞ്ഞത്? അവനെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം. അഞ്ചു കുഞ്ഞിന്റെ ഈ ബുദ്ധി ഇവിടെ ആർക്കാ ഉള്ളത്? ഒന്ന് കേക്കട്ടെ. അതിന് ഞാൻ തർക്കിക്കാൻ വന്നില്ലല്ലോ. അഞ്ചു അങ്ങനെ ഒരു വെടി പൊട്ടിച്ചത് പ്രദീപിന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ. കടിഞ്ഞാണിപ്പോ അഞ്ജുവിന്റെ കയ്യിലാണെന്ന് പ്രദീപിന് മനസ്സിലായി കഴിഞ്ഞു. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി നിൽക്കുന്നതാ. നാട് നീളെ സമത്വം പറയും. പക്ഷെ ജോലിയൊന്നുമില്ലാത്ത വീട്ടമ്മ ഇന്നും ഭർത്താവിന്റെ അടിമ തന്നെയാ. അതങ്ങ് സമ്മതിച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതെ അതെ അതെ, സമ്മതിച്ചു കൊടുക്കരുത്. പിന്നെ സ്ത്രീക്ക് എന്നതാ ഒരു വില? ഇനിയിപ്പം ആ അമ്മുക്കുട്ടിയെ ഇങ്ങോട്ട് ഏൽപ്പിച്ച് ആതിരയെ നിങ്ങൾ അങ്ങ് വിളിച്ചോണ്ട് പോവുകയാ അടിയന്തരമായിട്ട് വേണ്ടത്. അല്ല, ഞാനിപ്പോ എന്തിനാ ആ കുരിശെടുത്ത് തലേ വെക്കുന്നേ? അമ്മുക്കുട്ടിയെ ഞാൻ ശ്യാമിന് തന്നേക്കാം. 100 വട്ട സമ്മത സന്തോഷം എനിക്ക്. പക്ഷേ മറ്റേ കുട്ടി എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യമുള്ള സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 2 കുട്ടികളെ ഞാൻ തന്നെ സംരക്ഷിച്ചോളാം. പക്ഷേ അതിന്റെ പേരിൽ പ്രദീപ് എന്റെ അടുത്ത് വന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതെ, അത് കുഴപ്പം തന്നെ. അമ്മുക്കുട്ടിയെ കാണാനുമില്ല, ആതിരയെ പകരം കിട്ടിയതുമില്ല എന്ന അവസ്ഥ വരുമ്പോ പ്രദീപിന് പണ്ടത്തെ കൊലയാളി സ്വഭാവം പിന്നെയും വരും. ആദ്യം 5 കുഞ്ഞിനെ കൊല്ലും, പിന്നെ ശ്യാമിന്, അത് കഴിഞ്ഞ് എന്നെ. എന്റെ കർത്താവേ, എനിക്കിത് ആലോചിക്കാൻ പോലും വയ്യ. ഏതെങ്കിലും ഒരു കൊച്ചിനെ പ്രദീപിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ കുഴപ്പാ. പറഞ്ഞില്ലെന്ന് വേണ്ട. അത് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്ക് അയാളുടെ കൂടെയുള്ള ജീവിതം മടുത്തു. ഞാനും എന്റെ മോനും കൂടി വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കും. അതാ ഇപ്പൊ എന്റെ തീരുമാനം. അപ്പോ ഒരാൺതുണ വേണ്ടേ കുഞ്ഞെ? ഓ, മതിയായി. എനിക്കൊരു വീട് ശരിയാക്കി തരാവോ? പിന്നെന്താ, പെട്ടെന്ന് മാറാനാണ് ഉദ്ദേശിച്ചെങ്കിൽ എന്റെ വീട്ടിലേക്ക് മാറാം. ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. അതെ അതെ, മൊത്തത്തിൽ ഒഴിഞ്ഞു കിടക്കുക. കുഞ്ഞ് ചെന്ന് അവിടെ ഒക്കെ ഒന്ന് പെരുമാറിയ ആ ബംഗ്ലാവിൽ ഐശ്വര്യം നിറയും. പിന്നെ ഇഷ്ടപ്പെട്ട അവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസമാകാലോ. എന്താന്ന് വെച്ചാൽ അഞ്ജു തീരുമാനിച്ചോളൂ. എങ്ങനെയായാലും എനിക്ക് വിരോധമൊന്നുമില്ല. അമ്മുക്കുട്ടി എന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി. അവളെ ഞാൻ എത്തിക്കാം. പക്ഷേ അതിന്റെ കൂടെ എന്റെ പെട്ടിയും കൂടെ എടുത്തിട്ടാവും ഞാൻ ഇറങ്ങുന്നേ. അതിനെന്നാ കുഞ്ഞെ, സ്വീകരിക്കാൻ ആള് ഇവിടെ റെഡി മണിയായി നിൽക്കുമല്ലയോ?